പരിശീലനങ്ങൾക്കെല്ലാം ഒടുവിൽ റിച്ചാർഡ് ഒരു സൂയിസൈഡ് ബോംബർ ആകാൻ തീരുമാനിക്കുന്നു. എന്താണ് സംഭവിക്കുന്നതെന്നറിയാൻ വീണ്ടും റിച്ചാർഡ് റീഡിന്റെ സീറ്റിനരികിലേക്ക് എത്തുന്ന മൊണ്ടേഡിയർ കാണുന്ന കാഴ്ച ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. 2001 ഡിസംബർ 22 അമേരിക്ക നേരിട്ട ഏറ്റവും വലിയ ഭീകരാക്രമണമായ 9/11 അറ്റാക്ക് കഴിഞ്ഞിട്ട് വെറും 3 മാസങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. യാത്രക്കാരുമായി പാരീസിൽ നിന്നും മയാമിയിലേക്ക് പറക്കുന്ന അമേരിക്കൻ എയർലൈൻസിന്റെ ഫ്ലൈറ്റ് നമ്പർ 63 35,000 അടി മുകളിലൂടെ കുതിച്ചു പാഞ്ഞുകൊണ്ടിരിക്കുന്ന വിമാനം. യാത്രക്കാരിൽ ഭൂരിഭാഗവും മാജിക് സിറ്റി എന്നറിയപ്പെടുന്ന മയാമി എന്ന മനോഹര നഗരം തങ്ങൾക്കായി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന അത്ഭുതങ്ങൾ സ്വപ്നം കണ്ട് പറക്കുന്ന ടൂറിസ്റ്റുകൾ. എന്നാൽ അതിൽ ഒരു യാത്രക്കാരൻ മാത്രം കാണുന്ന സ്വപ്നം മറ്റൊന്നാണ്, മരണം എന്ന മാജിക്കിന്റെ സ്വപ്നം. തന്റെ മാത്രമല്ല, ആ വിമാനത്തിൽ യാത്ര ചെയ്യുന്ന മുഴുവൻ പേരുടെയും. അതിനായി അയാൾ കയ്യിൽ ഒരു ബോംബ് കരുതിയിട്ടുണ്ട്. എന്നാൽ അത് അയാളുടെ ലഗേജിലോ ബാക്ക് പാക്കിലോ അല്ല, താൻ ധരിച്ചിരിക്കുന്ന ഷൂവിന്റെ ഉള്ളിൽ. സെവൻ മിനിറ്റ് സ്റ്റോറിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ചരിത്രത്തിൽ ഷൂ ബോംബർ എന്നറിയപ്പെടുന്ന റിച്ചാർഡ് റീഡ് ജനിക്കുന്നത് 1973 ലണ്ടനിലാണ്. ടീനേജ് പ്രായത്തിൽ തന്നെ പോലീസുകാർക്ക് ഒരു തലവേദനയായിരുന്നു ഈ പയ്യൻ. മോഷണം, അക്രമം, ലഹരി വസ്തുക്കളുടെ ഉപയോഗം, അങ്ങനെ തുടങ്ങി കയ്യിലില്ലാത്ത കൊള്ളരുതായ്മകൾക്ക് കയ്യും കണക്കും ഉണ്ടായിരുന്നില്ല. ജയിലിൽ പോകുന്നതും തിരിച്ചിറങ്ങുന്നതും ഒരു പുത്തരി അല്ലാതായി തീർന്നിരുന്നു റീഡിന്. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ ജയിലിലായിരുന്ന സമയത്ത് റീഡിന് വലിയ ഒരു മാറ്റമുണ്ടാകുന്നു. ആ മനുഷ്യൻ ഒരു ഈശ്വര വിശ്വാസിയായി മാറുകയും ഇസ്ലാം മതം സ്വീകരിക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. തുടക്കത്തിൽ വളരെ സത്യസന്ധമായ നല്ലൊരു തീരുമാനം എന്നൊക്കെ തോന്നിച്ചിരുന്നു എങ്കിലും അത് അങ്ങനെ ആയിരുന്നില്ല. ഈശ്വര വിശ്വാസം എന്നതിനപ്പുറം മതഭ്രാന്തിന്റെ ഒരു വല്ലാത്ത അവസ്ഥയിലേക്കാണ് അയാൾ ചെന്നുപെട്ടത്. ജയിലിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം റീഡ് ചെന്നെത്തുന്നത് ലണ്ടനിലുള്ള ഫിൻസ്ബറി പാർക്ക് മോസ്കിലാണ്. അവിടെയുള്ള ചില മുസ്ലിം എക്സ്ട്രീമിസ്റ്റുകളുമായി അയാൾ ചങ്ങാത്തത്തിലാകുന്നു. അന്നത്തെ കാലത്ത് ഇത്തരം റാഡിക്കൽ ഐഡിയോളജീസിന്റെ ഒരു ഹോട്ട്സ്പോട്ട് ആയിരുന്നു ഫിൻസ്ബറി പാർക്ക് മോസ്ക്. 1997 അബു ഹംസ അൽ മസാരി എന്ന എക്സ്ട്രീമിസ്റ്റ് ആയിട്ടുള്ള ഒരു മത നേതാവ് ഈ മോസ്കിന്റെ ഇമാം ആയതുവഴി ബ്രിട്ടനിൽ എമ്പാടും ഒരു ചർച്ചാ വിഷയമായ ഒരു മോസ്കാണ് ഫിൻസ്ബറി പാർക്ക് മോസ്ക്. മാത്രമല്ല 2003 ഒരു ആന്റി ടെററിസ്റ്റ് പോലീസ് റെയ്ഡിന് ശേഷം ഈ മോസ്ക് അടച്ചുപൂട്ടുകയും 2005 മറ്റൊരു ട്രസ്റ്റിയുടെ നേതൃത്വത്തിൽ തുറന്നു പ്രവർത്തിക്കുകയും ചെയ്ത ചരിത്രമൊക്കെ ഉണ്ട് ഈ മോസ്കിന്. റീഡ് ഈ മോസ്കിൽ വെച്ച് കണ്ടുമുട്ടിയ തന്റെ എക്സ്ട്രീമിസ്റ്റുകളായ സുഹൃത്തുക്കളിൽ നിന്നാണ് ഒസാമ ബിൻ ലാദനെ പറ്റിയും അയാൾ രൂപം കൊടുത്ത അൽ ഖ്വയ്ദ എന്ന സംഘടനയെ പറ്റിയും അതിന്റെ ആശയങ്ങളെ പറ്റിയും എല്ലാം അറിയുന്നതും അതിൽ ആകൃഷ്ടനാകുന്നു. 2001 റിച്ചാർഡ് റീഡ് പാകിസ്ഥാനിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും എല്ലാം യാത്രകൾ ചെയ്യുകയും ഈ രാജ്യങ്ങളിലെല്ലാം വെച്ച് അൽ ഖ്വയ്ദയുടെ പരിശീലനം സിദ്ധിക്കുകയും തികഞ്ഞ ഒരു തീവ്രവാദിയായി മാറുകയും ചെയ്യുന്നു. പരിശീലനങ്ങൾക്കെല്ലാം ഒടുവിൽ റിച്ചാർഡ് ഒരു സൂയിസൈഡ് ബോംബർ ആകാൻ തീരുമാനിക്കുന്നു. ഒരു ബോംബുമായി ഒരു അമേരിക്കൻ വിമാനത്തിൽ കയറിപ്പറ്റി വലിയ ഒരു സ്ഫോടനം നടത്തി അമേരിക്കയോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്ന ഒസാമ ബിൻ ലാദനോടും അൽ ഖ്വയ്ദയോടുമുള്ള തന്റെ കടമ പൂർത്തീകരിക്കുക എന്നതാണ് അയാളുടെ ലക്ഷ്യം. അതിനായി പാരീസിലുള്ള ചാൾസ് ഡി ഗുവെല്ലെ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും മയാമിയിലേക്ക് പറക്കുന്ന അമേരിക്കൻ എയർലൈൻസിന്റെ ഫ്ലൈറ്റ് നമ്പർ 63 കയറിപ്പറ്റാനായി ശ്രമിക്കുന്നു. താടിയും മുടിയും എല്ലാം നീട്ടി വളർത്തി വിയർത്തൊലിച്ച് വളരെയധികം പരിഭ്രമത്തോടെ കാണപ്പെട്ട അയാളിൽ സെക്യൂരിറ്റി ഓഫീസേഴ്സിന് ചില സംശയങ്ങളൊക്കെ തോന്നിയെങ്കിലും അയാളുടെ കയ്യിലിരിക്കുന്ന ബ്രിട്ടീഷ് പാസ്പോർട്ട് കണ്ടപ്പോൾ വിമാനത്തിൽ കയറാൻ അവർ അയാളെ അനുവദിക്കുകയായിരുന്നു. വിമാനത്തിനുള്ളിൽ വെച്ച് എയർ ഹോസ്റ്റസുമാരായ ക്രിസ്റ്റീന ജോൺസും ഹെർമിസ് മൊണ്ടേഡിയറും ഓഫർ ചെയ്ത ഭക്ഷണപാനീയങ്ങൾ ഒന്നും അയാൾ സ്വീകരിക്കുന്നില്ല. സാധാരണ ഒരു ലോങ് ഹോൾ ഫ്ലൈറ്റിൽ യാത്രക്കാരൊന്നും ഈ രീതിയിൽ പെരുമാറാറില്ല എന്നുള്ളത് കൊണ്ട് തന്നെ തുടക്കം മുതലേ അയാളിൽ ചെറിയ ഒരു സംശയം എയർ ഹോസ്റ്റസിന് ഉണ്ടാകുന്നു. എങ്കിലും അത് കാര്യമാക്കാതെ അവർ തങ്ങളുടെ ജോലിയുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ വിമാനം അറ്റ്ലാന്റിക് സമുദ്രത്തിന് മുകളിലൂടെ പറന്നുകൊണ്ടിരിക്കുമ്പോൾ യാത്രക്കാരിൽ ചിലർ വിമാനത്തിനകത്ത് എന്തോ പ്ലാസ്റ്റിക് കത്തുന്നത് പോലെ ഒരു മണം വരുന്നതായി പരാതിപ്പെടുന്നു. ഇത് കേട്ട ഹെർമിസ് മൊണ്ടേഡിയർക്ക് രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വന്നില്ല. അവർ റിച്ചാർഡ് റീഡിന്റെ സീറ്റിനരികിലേക്ക് ഓടുന്നു. അവരുടെ സംശയം തെറ്റിയില്ല. അയാൾ അവിടെ ഇരുന്ന് ഒരു ലൈറ്റർ കത്തിക്കുന്നതാണ് മൊണ്ടേഡിയർ കാണുന്നത്. അയാൾ ഫ്ലൈറ്റിലിരുന്ന് സിഗരറ്റ് വലിക്കാൻ ശ്രമിക്കുന്നതാണ് എന്ന് തെറ്റിദ്ധരിച്ച മൊണ്ടേഡിയർ അയാളെ ഒന്ന് വാൺ ചെയ്യുക മാത്രം ചെയ്യുന്നു. എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ ആദ്യം ഉണ്ടായ ആ ഗന്ധം കൂടുതൽ രൂക്ഷമായ രീതിയിൽ വീണ്ടും ഉണ്ടാകുന്നു. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ വീണ്ടും റിച്ചാർഡ് റീഡിന്റെ സീറ്റിനരികിലേക്ക് എത്തുന്ന മൊണ്ടേഡിയർ കാണുന്ന കാഴ്ച
ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. അയാൾ അവിടെ കുനിഞ്ഞിരുന്ന് കയ്യിലിരുന്ന ലൈറ്റർ ഉപയോഗിച്ച് തന്റെ ഷൂവിന്റെ സോളിന്റെ അടിഭാഗം കത്തിക്കാൻ ശ്രമിക്കുന്നു. മാത്രമല്ല ഷൂവിന്റെ അടിഭാഗത്ത് നിന്ന് ഇലക്ട്രിക് കേബിളുകൾക്ക് സമാനമായ എന്തോ നീണ്ടു നിൽക്കുന്നതും മൊണ്ടേർഡിയറുടെ ശ്രദ്ധയിൽപ്പെടുന്നു. പെട്ടെന്ന് അപകടം തിരിച്ചറിഞ്ഞ മൊണ്ടേർഡിയർ ഉറക്കെ ഒച്ച വെച്ചുകൊണ്ട് അയാളുടെ മേലേക്ക് ചാടി വീഴുന്നു. അതെ, അയാൾ തന്റെ ഷൂവിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന സ്ഫോടക വസ്തുക്കൾ ഡിറ്റനേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു. മൊണ്ടേർഡിയറിന്റെ നിലവിളി കേട്ട മറ്റ് എയർ ഹോസ്റ്റസ്മാരും യാത്രക്കാരും റീഡിന്റെ മേലേക്ക് ചാടി വീഴുന്നു. സീറ്റ് ബെൽറ്റും ഹെഡ്സെറ്റിന്റെ കോഡ് വയറും അങ്ങനെ കയ്യിൽ കിട്ടിയ എല്ലാം എടുത്ത് അവർ അയാളെ ബന്ധിക്കാൻ ശ്രമിക്കുന്നു. ഉടനെ തന്നെ മൊണ്ടേർഡിയർ ക്യാപ്റ്റനെ കോൺടാക്ട് ചെയ്യുകയും നടന്ന സംഭവങ്ങളെല്ലാം വിവരിക്കുകയും ചെയ്യുന്നു. ക്യാപ്റ്റൻ എത്രയും പെട്ടെന്ന് ലോഗൻ ഇന്റർനാഷണൽ എയർപോർട്ടിലെ ടവറുമായി ബന്ധപ്പെടുകയും അവിടേക്ക് ഒരു എമർജൻസി ലാൻഡിംഗ് നടത്തുകയും ചെയ്യുന്നു. അങ്ങനെ ഹെർണിസ് മൊണ്ടേർഡിയർ എന്ന ധീരയായ എയർ ഹോസ്റ്റസിന്റെ അർപ്പണബോധം കൊണ്ടും കൃത്യമായ ഇടപെടൽ കൊണ്ടും 2001 തന്നെ അമേരിക്കൻ മണ്ണിൽ നടക്കാമായിരുന്ന മറ്റൊരു വലിയ ദുരന്തം ഒഴിവായി പോകുന്നു. ലാൻഡ് ചെയ്ത ഉടനെ തന്നെ റീഡിനെ FBI ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തു. തുടർന്നുള്ള പരിശോധനയിൽ നിന്നും റീഡിന്റെ ഷൂവിന്റെ ഉള്ളിൽ നിന്നും 250 ഗ്രാമോളം TATPN എന്ന സ്ഫോടക വസ്തുവും PETN എന്ന സ്ഫോടക വസ്തുവുമാണ് കണ്ടെടുത്തത്. ഇവ ഡിറ്റനേറ്റ് ചെയ്യുന്നതിൽ റീഡ് വിജയിച്ചിരുന്നെങ്കിൽ ആകാശത്ത് വെച്ച് തന്നെ വിമാനം പൂർണ്ണമായി തകർന്നു പോകുമായിരുന്നു. അമേരിക്കയിലെ ഫെഡറൽ കോർട്ടിൽ വിചാരണയുടെ സമയത്ത് താൻ ചെയ്ത തെറ്റിന് ഒരു തരി പോലും കുറ്റബോധം റീഡ് പ്രകടിപ്പിച്ചിരുന്നില്ല. എന്ന് മാത്രമല്ല ഒസാമ ബിൻ ലാദനോടും അൽ ഖ്വയ്ദയോടുമുള്ള തന്റെ പ്രതിബദ്ധത ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് അയാൾ ചെയ്തത്. 3 ജീവപര്യന്തത്തിന് പുറമെ 110 വർഷം പരോളില്ലാത്ത ജയിൽ ശിക്ഷയുമാണ് റീഡിന് വിധിക്കപ്പെട്ടത്. മറ്റൊരു ചരിത്ര കഥയുമായി അടുത്ത ആഴ്ച 7 മിനിറ്റ് സ്റ്റോറിയിൽ ഇതേ സമയം വീണ്ടും കാണാം. പ്ലീസ് സബ്സ്ക്രൈബ്.